ഉത്തരാഖണ്ഡ് ആകെ ആശങ്കയിലാണ്. ഉത്തരകാശിയിലെ മിന്നൽ പ്രളയത്തിൽ 50-60 പേരെങ്കിലും കാണാതായി എന്നതാണ് ഇന്നലെ വൈകി വന്ന കണക്കുകളെങ്കിൽ 100-ലധികം പേർ അപകടത്തിൽപ്പെട്ടു എന്ന് ആശങ്കപ്പെടുന്ന റിപ്പോർട്ടുകളാണ് ഇന്ന് രാവിലെ കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുന്നത്. സൈനികരെ ഉൾപ്പെടെ കാണാതായി എന്ന സൂചനകൾ വരുന്നു. റോഡുകൾ ഒലിച്ചുപോയതോടെ ധരാലി പരിപൂർണമായി ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. ഡെറാഡൂണിൽ നിന്ന് സഹായം എത്തിക്കുന്നത് അസാധ്യമായി മാറിയിട്ടുണ്ട്. വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂല കാലാവസ്ഥ തടസ്സമാകുന്നു. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഈ മണിക്കൂറിൽ കൂടുതൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥ മുന്നറിയിപ്പും നിലനിൽക്കുകയാണ്. ഉത്തരകാശിയിലെ ദുരന്ത ഭൂമിയിൽ ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടുമായി അർജുൻ പീതാംബരൻ ഞങ്ങളുടെ സംഘം ചേരുന്നുണ്ട്. അതിനു മുൻപ് ഇന്ന് പുറത്തു വന്ന അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി. ധരാലി മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യമാണ്. സൈനിക ക്യാമ്പ് സമീപത്തുണ്ടായിരുന്നു. സൈനികരും NDRF പ്രവർത്തകരും ഈ പ്രദേശത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകരുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സൈനികരെ അവിടേക്ക് എത്തിക്കാനുള്ള പ്രതികൂല കാലാവസ്ഥ ഇപ്പോഴും തുടരുന്നു എന്നതാണ് വിവിധ സോഴ്സുകളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അർജുൻ പീതാംബരൻ ഈ ദുരന്തബാധ മേഖലയിലേക്ക് എത്തുകയാണ്. അർജുൻ, നമ്മുടെ വാർത്താ സംഘം വളരെ ബുദ്ധിമുട്ടിയാണ് ധരാലിയിലേക്ക് എത്തുന്നത്. നേരത്തെ ധരാലി മേഖലയിൽ തന്നെ അർജുൻ എത്തിയിരുന്നു. അവിടെ നിന്നുള്ള ആദ്യ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പക്ഷേ ഈ അപകടമുണ്ടായ ഗ്രാമത്തിലേക്ക് എത്താൻ കഴിഞ്ഞു? എത്ര ദൂരമുണ്ട്? അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? നോക്കൂ രതീഷ്, ധരാലി ഗ്രാമത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. കാരണം അവിടേക്കുള്ള റോഡുകൾ മുഴുവൻ തകർന്നിരിക്കുകയാണ്, പാലങ്ങളും തകർന്നിരിക്കുകയാണ്. ധരാലി ഗ്രാമം അത് പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. നമ്മൾ അതിന് അടുത്തേക്ക് വരെ എത്തിയതാണ്. പക്ഷേ അവിടെ നിന്നും ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാനുള്ള റോഡുകളെല്ലാം തടസ്സപ്പെട്ടിരിക്കുന്നു, അതെല്ലാം തകർന്നിരിക്കുന്നു. റോഡുകളെല്ലാം വിണ്ട് കീറി തകർന്ന് പൊളിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് ഈ സൈനികർ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി പോകുന്ന ഒരു പാതയുണ്ട്. ആ പാതയിലേക്ക് കയറി അവർക്കൊപ്പം മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെയുള്ള മറ്റ് മേഖലകൾ, പ്രത്യേകിച്ചും ഈ ധാരാലിയിലേക്ക് പ്രവേശിക്കുന്ന വഴിയുണ്ട്. ആ വഴിയിലേക്ക് പോകാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ സമീപത്തുള്ള മലപ്രദേശങ്ങളിലോടുകൂടി, ഇത് 2 കുന്നുകളുണ്ട്, 2 കുന്നുകൾ ചേർന്ന് മറ്റൊരു മല കയറി താഴേക്ക് ഹാർഷിൽ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ആ വഴി ഞങ്ങൾ പോയി നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം 2 മലകൾ തമ്മിൽ യോജിക്കുന്നൊരു സ്ഥലമാണ്. ഇതുവഴി സാധാരണ വാഹനങ്ങളൊന്നും തന്നെ പോകാറില്ല. NH34 ദേശീയപാത 34 ഇപ്പോൾ തകർന്നു പോയത് കൊണ്ട് തന്നെ, റോഡിൽ ഗതാഗത തടസ്സം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെയും സൈനികരുടെയും അതുപോലെ മാധ്യമ പ്രവർത്തകരുടെയും വാഹനങ്ങൾ ഇതുവഴി റീറൂട്ട് ചെയ്തുകൊണ്ട് സാധ്യമായിട്ടുള്ള വഴികളിലൂടെ ഞങ്ങൾ പോയി ഈ ദുരന്ത സ്ഥലത്തിന് അടുത്തേക്കെങ്കിലും എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലങ്ങൾ തകർന്നിരിക്കുന്നു. ജനവാസ മേഖലയാണ്, ധരാലിക്ക് സമീപത്തുള്ളൊരു ജനവാസ മേഖലയാണ്. പക്ഷേ ദൂരേക്ക് നോക്കിയാൽ ഒന്നും കാണുന്നില്ല. മഞ്ഞ് മൂടിക്കെട്ടിയ അന്തരീക്ഷം. അവിടെ നിൽക്കുമ്പോൾ എത്ര സമയമായി, നമ്മുടെ നാട്ടിൽ എത്ര സമയമായി എന്നാണ് തോന്നുന്നത്? ഇരുണ്ട് മൂടിയ അന്തരീക്ഷമാണല്ലോ ഇപ്പോൾ ഉച്ചയാകുമ്പോൾ. തീർച്ചയായിട്ടും ഇരുണ്ടു മൂടിയൊരു അവസ്ഥയിൽ തന്നെയാണ്. ആകെ കാർമേഘങ്ങളുണ്ട്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. മഴ നിൽക്കുന്നില്ല. ഇവിടെ സമയമെന്ന് പറയുന്നത് വൈകിട്ട് 5 മണിയുടെയൊക്കെ പ്രതീതി ഇതിനോടകം തന്നെ ആയിട്ടുമുണ്ട്. കൃത്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ബട്ട്വാടി കുന്നുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുന്നും ചെരിവും അതുപോലെ തന്നെ മലപ്രദേശങ്ങളൊക്കെയാണ്. ബട്ട്വാടി കുന്നുകൾ കയറി ഇറങ്ങി അപ്പുറത്തെ വശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പഴയ കാലത്ത് ആൾക്കാർ സഞ്ചരിച്ചിരുന്ന ഈ NH34 ഒക്കെ വരുന്നതിന് മുൻപ് ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു പാതയാണ്. ഇതും അത്രത്തോളം ഗതാഗത യോഗ്യമല്ല, പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ദേശീയപാത 34 ഒരു തരത്തിലും പോകാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു പാത തിരഞ്ഞെടുത്തതും ഇതിലൂടെ മുന്നോട്ട് പോയി നോക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക്, അതായത് ഈ സൈനികർ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഒരു പാലത്തിനടുത്തേക്ക് എത്തി ആ പാലത്തിൽ നിന്നും പാലത്തിന്റെ നിർമ്മാണം വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 85 അംഗ സംഘ ഈ NDRFന്റെ ഒരു സംഘമുണ്ട്, SDRF ഉണ്ട്, മെഡിക്കൽ സംഘമുണ്ട്, പുറമെ സൈനികരുണ്ട്. ഇവരുടെ എല്ലാവരെയും സംഘം ഇപ്പോൾ ഈ ഗ്രാമത്തിലേക്ക്, ധാരാലി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കാതെ അവിടെ കാത്തിരിക്കുകയാണ്. ഇന്നലെ എത്തിയ ITBPയുടെയും NDRFന്റെയും SDRFന്റെയും അതുപോലെ തന്നെ ഹർഷലിൽ നിന്നെത്തിയ സൈനിക സംഘം മാത്രമാണ് ഇപ്പോൾ ധാരാലിയിൽ എത്തിയിരിക്കുന്നതും. അവർ 130 പേരെ രക്ഷപ്പെടുത്തി ഗംഗോത്രി മേഖലയിലേക്ക്, സുരക്ഷിത മേഖലയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യമാണ് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എത്ര പേരെ ഇനിയും
ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിവരവുമില്ല. 100ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്, അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുപോയവരാണ് എന്നുള്ള കാര്യം പറയുമ്പോഴും അവരൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിയാണ് കിടക്കുന്നതെന്ന് അറിയില്ല. പുറത്തുനിന്നും ഒരു തരത്തിലും ആശയവിനിമയം സാധ്യമല്ല. മൊബൈൽ നെറ്റ്വർക്ക് താറുമാറായിരിക്കുകയാണ്, ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കുന്നില്ല, വൈദ്യുതി തടസ്സം ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം തന്നെ പുനഃസ്ഥാപിക്കണമെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ ഉപകരണങ്ങൾക്ക് ഈ ധാരാലി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അത് എത്തിക്കാൻ സാധിക്കുന്നില്ല. റോഡ്, പാലം എല്ലാം തകർന്നു പോയിരിക്കുന്നു. ആ ഗ്രാമം ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പറയാൻ സാധിക്കുന്നത്. ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. തത്സമയ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിൽ മഞ്ഞ് മൂടിക്കെട്ടിയിരിക്കുന്ന ഒരു വൈകിട്ട് 5 മണിയെങ്കിലും ആയൊരു പ്രതീതി ഇപ്പോഴേ അവിടെയുണ്ട്. മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. ഇപ്പോൾ അർജുൻ നടക്കുന്ന റോഡും വളരെ ചെങ്കുത്തായ മലയുടെ ചരിവാണ് എന്ന് തോന്നുന്നു. സമാനമല്ലേ വന്ന വഴിയെല്ലാം? ഇപ്പോൾ ഒരു പാറ പൊട്ടിച്ചതിനടിയിൽ കൂടി വളരെ അപകടകരമായ റോഡ് നിർമ്മാണമാണ് അവിടെ നടന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെ തന്നെയല്ലേ വന്ന ഭാഗങ്ങളൊക്കെ? ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നതൊക്കെ ഇങ്ങനെയുള്ള ഭാഗങ്ങളല്ലേ അർജുൻ? രതീഷ്, സത്യമായിട്ടും അതായത് വളരെയധികം ദുർഘടം പിടിച്ച വഴിയിലൂടെ തന്നെയാണ് ഇത്രയും ദൂരം മുന്നോട്ട് വന്നത്. അതായത് ഉത്തരാഖണ്ഡിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്നും രുദ്രപ്രയാഗിന് മുൻപ് തന്നെ, അതായത് നമ്മൾ ഹരിദ്വാർ കടന്ന് ഋഷികേശിലെത്തി അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും തുടങ്ങുകയാണ്. പലയിടത്തും റോഡുകളിൽ മണ്ണും കല്ലും എല്ലാം വന്ന് പതിഞ്ഞ് റോഡ് അടഞ്ഞു കിടക്കുകയാണ്. നമുക്ക് മറ്റ് പല വഴികളും തേടി മുന്നോട്ട് പോകേണ്ട അവസ്ഥ. ഒപ്പം തന്നെ വലിയ ബുൾഡോസറുകൾ വന്ന് മണ്ണ് മാറ്റിത്തരും, കല്ല് മാറ്റിത്തരും. അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പലപ്പോഴും മണിക്കൂറുകൾ കാത്തുകെട്ടി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം 16 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ നിന്നുള്ള യാത്ര ആരംഭിച്ചിട്ട്. ഇപ്പോഴും ഈ ഗ്രാമത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇവിടെ നിന്നും 45 കിലോമീറ്ററാണ് ധാരാലേക്ക് ഉള്ളത്. അവിടെ തന്നെ ഈ 45 കിലോമീറ്ററിൽ നമുക്ക് 30 കിലോമീറ്റർ മാത്രമാണ്, 30ഓ 25ഓ കിലോമീറ്റർ മാത്രമാണ് ഇനിയും മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുക. അതിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല, ആ ഗ്രാമത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ഈ ഒരു അവസ്ഥയിൽ അത് പൂർണ്ണമായിട്ടും റോഡും ഗതാഗതവും ഈ പാലമെല്ലാം തകർന്ന് ആ ഗ്രാമം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. എന്തായാലും ഇനിയും മണിക്കൂറുകൾ എടുക്കും ഒരു രക്ഷാകരം പുറത്തുനിന്ന് വീണ്ടും ധാരാലി ഗ്രാമത്തിലേക്ക് എത്താൻ. എങ്കിൽ മാത്രമേ അവിടെ തകർന്നു പോയിട്ടുള്ള ഹോട്ടലുകളും റിസോർട്ടുകളും എല്ലാം പരിശോധിച്ച് അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരൊക്കെ കിടക്കുന്നുണ്ട്, എത്ര പേരെയാണ് ഇനിയും പുറത്തെടുക്കാനുള്ളത് എന്നുള്ള കണക്കെങ്കിലും വിവരമെങ്കിലും നമുക്ക് ലഭിക്കൂ എന്നുള്ള കാര്യമാണ്. രക്ഷപ്പെടുത്തിയെടുത്തവരുടെ ഒരു കണക്ക് മാത്രമാണ്, 130 എന്ന കണക്ക് മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്ത് വിട്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ഹെലികോപ്റ്ററിൽ ഒരു വ്യോമമാർഗമുള്ള നിരീക്ഷണം എല്ലാം തന്നെ പുഷ്കർ സിംഗ് ധാമി നടത്തിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ഈ 4 ഹെലികോപ്റ്ററുകൾ ചണ്ഡീഗഡിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും മഴ ഇപ്പോഴും തുടരുന്നതും മോശം കാലാവസ്ഥ ഈ ഉത്തരകാശി മേഖലയിൽ ആകെ നിലനിൽക്കുന്നതും ഹെലികോപ്റ്റർ അടക്കം ഈ ഭാഗത്തേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥ, വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനം ഈ ഒരു ഘട്ടത്തിൽ സാധ്യമാകുന്നില്ല.